മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ CPM-ൽ തന്നെ പ്രതിഷേധങ്ങളും എതിർപ്പുകളും പുകയുന്നതിനിടയിൽ ഇപ്പോൾ താൻ ആ സ്ഥാനം ഒഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. മുഖ്യമന്ത്രിയായി തന്നെ ഇരിക്കുന്നതിനാൽ അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നതിനേക്കാൾ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന മുഖ്യമന്ത്രിയെ ഭയക്കണമെന്ന ഒരു കടുത്ത വിമർശനം പോലും ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരമൊരു നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയില്ല എന്നും ഇക്കാര്യത്തിൽ യാതൊരുവിധ പുനർപരിശോധനയും ഇനിയുണ്ടാകില്ല എന്നതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും ഏകകണ്ഠമായ തീരുമാനമാണിതെന്നും CPM പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരവും ഇതിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ വാർത്താ സമ്മേളനത്തിലെ പിണറായി വിജയന്റെ ശരീരഭാഷയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വീട്ടിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് എന്നും MV ഗോവിന്ദൻ തുറന്നു സമ്മതിച്ചതായും രാഷ്ട്രീയ വൃത്തങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിയിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ചും പിണറായിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതുമായിരുന്നു ഇവിടെ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു മറുപടി നൽകാൻ MV ഗോവിന്ദനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വർഷങ്ങൾക്ക് ശേഷം വിവിധ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിരുദ്ധ സ്വരങ്ങൾ ഉയർന്നുവെന്ന സൂചനകൾ പോലും പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകൾക്ക് കൂടുതൽ കരുത്തുറ്റ് അല്ലെങ്കിൽ വലിയ രീതിയിലൊരു കരുത്തേകുന്നതായി തന്നെ വ്യക്തമാവുകയാണ്. വാർത്താ സമ്മേളനത്തിലെ ശരീരഭാഷയെക്കുറിച്ചുള്ള വിമർശനങ്ങളാണിപ്പോൾ വലിയ രീതിയിൽ അവിടെ ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയും അതുപോലെ CPM-നുണ്ടായ കടുത്ത പരാജയത്തെ പറ്റിയും വലിയ രീതിയിൽ ഇവിടെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധങ്ങൾ അണപൊട്ടി ഒഴുകുകയാണ്. അതേപോലെ തന്നെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ചും പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ പിണറായി വിജയനെ പൂർണ്ണമായും പിന്തുണച്ചുമായിരുന്നു തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മറുപടി നൽകിയത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പല ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിരുദ്ധ സ്വരം ഉയരുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നതും. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ തുടങ്ങും. 3 ദിവസത്തെ യോഗത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യുമെന്നും വിശദമായ വിലയിരുത്തൽ നടത്താനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ പോളിറ്റ് ബ്യൂറോ സംസ്ഥാന ഘടകത്തിന് നൽകിയെന്നും ഇവിടെ വിലയിരുത്തലുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും അവിടെ തയ്യാറാക്കിയ പ്രഥമ വിലയിരുത്തൽ യോഗം അവിടെ വലിയ രീതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ ഓൺലൈനായി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിരവധി അംഗങ്ങൾ അവിടെ എതിർത്തുകൊണ്ടുവരുന്ന കാഴ്ച പോലും കാണാനിടയായി. അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും ഇക്കാര്യത്തിലെ എതിർപ്പ് ചില നേതാക്കൾ അവിടെ ഉയർത്താനും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.